ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറേം കൂടെ കോമൺ ആണെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസറും എല്ലാ ക്യാൻസറുകളും കൂടി വരികയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന വ്യതിയാനം. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്യാൻസറുകളെല്ലാം ഇൻക്ലൂഡിങ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് ജീവിതശൈലി രോഗമാണ്. അപ്പം ആർക്കും ഒരു ക്യാൻസറൊന്നും ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പലർക്കും അറിയില്ലാത്തതുപോലെയാണ് കാണുന്നത്. ഡയബറ്റീസും പ്രഷറും ഒക്കെ ഹാർട്ട് ഡിസീസും ഒക്കെ ജീവിതശൈലിയാണെന്ന് രോഗമാണെന്ന് പിന്നെയും അറിയാം. പക്ഷേ ക്യാൻസർ ജീവിതശൈലിയായിട്ട് ബന്ധത്തെക്കുറിച്ച് ജനറലി പബ്ലിക്കിന് അറിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടാൻ കാരണം പ്രോസ്റ്റേറ്റിൻ്റെ ഈ ജീവിതശൈലി ഇന്നത്തെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ കാരണം മറ്റ് ജീവിതശൈലി കൂടുന്നത് പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും കൂടുന്നു. അത് ഒരു സൈഡ്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ലോങ്ജിവിറ്റി, അതായത് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുമ്പോൾ പ്രായം കൂടുന്തോറും ക്യാൻസറുകളുടെ ചാൻസും കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ഈ ക്യാൻസറിൻ്റെ തന്നെ കാരണം നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കാരണം വരുന്ന മ്യൂട്ടേഷൻസ് ആണ്. അപ്പം നമ്മുടെ ഇന്നിപ്പം ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. നമ്മൾ ന്യൂട്രീഷണൽ ഇംബാലൻസ് വരുന്നു ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ വരുമ്പം. അതുപോലെ പ്രിസർവേറ്റീവ്സും കളറും പോലെയുള്ള സാധനങ്ങൾ ഒത്തിരി കൂടുതൽ വരുന്നു. പിന്നെ ടു മച്ച് ഓഫ് കോസ്മെറ്റിക് യൂസും അതിനെ കാരണം പ്രത്യേകിച്ച് ഒരു 10-20 കൊല്ലം മുമ്പ് കളർ ഡൈ ഒന്നും ചെയ്യുന്ന കാര്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരാൾക്കും ഒരു പുറത്തേക്ക് ഞാനിങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് പോലും പറയുന്നത് ഈ ഡൈ ചെയ്യാതെ ഞാനിങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈകൾ, പിന്നെ ഫുഡിലുള്ള പ്രിസർവേറ്റീവ്സും കളർ ഐറ്റംസ് ഇതെല്ലാം ടോക്സിനായിട്ട് നമ്മുടെ ബോഡിയിൽ അടിയാണ്. അതുപോലെ ലാക്ക് ഓഫ് എക്സസൈസ്. നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഒത്തിരി ഫിസിക്കൽ എക്സസൈസ് വേണ്ടി വരുമായിരുന്നു നാച്ചുറൽ ലൈഫിൽ തന്നെ. ഇപ്പോൾ എല്ലാം മെക്കനൈസ്ഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരാൾക്കും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെന്നാവുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ടോക്സിനും ഹോർമോണൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഹോർമോണുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഈ ഹോർമോണൽ ചേഞ്ച് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂടും. അതൊക്കെ ഒരു ക്യാൻസറോജനിക്കാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ക്യാൻസറുകൾ മൊത്തം കൂടുന്നു, ഒപ്പം തന്നെ പ്രോസ്റ്റേറ്റ് കൂടുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ ഈ കൂടുതൽ നമ്മൾ ഡിറ്റക്ഷൻ റേറ്റും കൂടും. ഇപ്പം നേരത്തെ സ്ക്രീനിങ്ങും ഒക്കെ വരുന്നത് കൊണ്ട് അതും നമ്മൾ കൂടുതൽ ക്യാൻസർ കാണാനുള്ള ഇടയാക്കാനും കാരണമാകുന്നുണ്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.